ഒരു ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവ്സ് ഇല്ല. ഉം. ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളു. ആ വർക്കായില്ല. സ്ലോ ഇല്ല ഇല്ല. ആ ഒരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡലാണ്, പക്ഷെ സംഭവം ഉം. വലുതായിട്ട് വർക്കായിട്ടില്ല. വർക്കായിട്ടില്ല. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ആയിരുന്നു. ആ ട്വിസ്റ്റ് ഒക്കെ പ്രിഡിക്റ്റ് ആണ്. ലാസ്റ്റത്തെ ഒരു ഇത് ചെറിയൊരു സസ്പെൻസ് പോലെ ഉണ്ട്, എന്നാലും വർക്കായിട്ടില്ല അവിടെ. വർക്കായിട്ടില്ല. സ്ലോ ആയിട്ട് തോന്നി. ആ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് കുഴപ്പമില്ല. കുഴപ്പമില്ല. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ആയിട്ടൊന്നുമല്ല, പ്രഡിക്റ്റബിൾ ആണ്. പ്രഡിക്റ്റബിൾ ആണ്. ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് അല്ല. അതെന്ത് പറ്റി? ലാഗ് ഫീൽ ചെയ്ത്. പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നിയ സ്റ്റോറി ഏകദേശം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ട്വിസ്റ്റ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് അല്ല. പറയാൻ പറ്റുള്ളൂ. ഒരു ഓക്കെ ഫീൽ ഉള്ളൂ. ഇപ്പം മമ്മൂട്ടി കമ്പനി എടുക്കുന്ന പടം ഗ്യാരണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള പടമല്ലേ മമ്മൂട്ടി കമ്പനി എടുക്കത്തുള്ളൂ. ത്രില്ലടിച്ചു പോയി. സൂപ്പർ സിനിമ. സസ്പെൻസ് ഒക്കെ ഉണ്ട്. ഞെട്ടിക്കുന്ന സസ്പെൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട്. നമുക്ക് വാവ് മൊമെന്റ്സ് ഒന്നും ഇല്ല പടത്തില്. ത്രില്ലിംഗ് ആണോ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പെർഫോമൻസ് സൈഡൊക്കെ എങ്ങനെയുണ്ട്? എൻഗേജിങ് ആണോ നമുക്ക് കംപ്ലീറ്റ്? എൻഗേജിങ് ആയിട്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് ഇത്തിരി എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് വലിയ ഇതൊന്നുമില്ല. നറേഷൻ ഒക്കെ സ്ലോ ആണോ? സ്ലോ. അത് ഒരു ഗൗതം വാസുദേവൻ സ്റ്റൈൽ സ്ലോ പീസിലാണ് പടം. കുഴപ്പമില്ല, അത്രയല്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്ന പടമാണ്. നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യത്തില്ല അതിന്റെ ക്ലൈമാക്സ് ഒക്കെ. നമ്മള് ഇങ്ങനെ നമുക്കത് എന്താണ് സംഭവിച്ചത് നമുക്കിങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം കോമഡി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി ചെയ്ത റോളും വെച്ചാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ അതാ പറഞ്ഞത്, നമ്മളിങ്ങനെ ഇരിക്കുവോ ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അതിന്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രീതി. പടം കുഴപ്പമില്ലാത്ത രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം, ബോറടിയൊന്നും ഇല്ല. കൂടുതൽ പോകുന്നൊരു രീതി അടിപൊളിയാണ്. പിന്നെ മമ്മൂട്ടി കൊള്ളാം. ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? മ്യൂസിയേഷൻ കിടിലായിട്ടാ പോകുന്നത്. ത്രില്ലിംഗ് ആണോ അവസാനം വരെ? ത്രില്ലിംഗ് എൻഗേജിങ് പുതുമയുള്ള ഒരു പുതുമേളാണോ? ത്രില്ലിംഗ് ആണോ അവസാനം വരെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോകുലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ഗൗതം മേനോന്റെ ഡയറക്ഷൻ മലയാളത്തിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ ഒരു പാറ്റേൺ ഒക്കെ സ്ക്രിപ്റ്റ് അതൊക്കെ വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? വെറൈറ്റി ഉണ്ട്. ത്രില്ലിംഗ് ആണോ അവസാനം വരെ? ട്വിസ്റ്റ് അത്യാവശ്യം പ്രഡിക്റ്റബിൾ. എനിക്ക് പേഴ്സണലി പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും തോന്നിയില്ല. പടം കൃത്യമുണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് അത്ര പാക്ഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ആണ്. വൃത്തിയാണ്. നല്ല പടമായിരുന്നു. നല്ല ത്രില്ലിംഗ്. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല കോമഡി, അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നല്ലായിരുന്നു. അതിന്റെ കൂടെ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. രണ്ടുപേരും അടിപൊളി. ഗോകുൽ സുരേഷും നമുക്ക് എല്ലാവരും അടിപൊളി. കോമഡി ഒക്കെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ അടിപൊളിയായിരുന്നു. ഗൗതം മേനോൻ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നപ്പം എങ്ങനെയുണ്ട്? അത് രസമായിരുന്നു. അത് നമുക്ക് നല്ല രസമായിട്ട് പുള്ളിയുടെ ഡയറക്ഷൻ അതുപോലെ നല്ല രസമായിട്ട് തന്നെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അത് മോശമൊന്നും പറയാനൊന്നുമില്ല. നല്ല ഷെർലക് ഹോംസ് റെഫറൻസ് ഒക്കെ ഉണ്ടോ? അയ്യോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ.